ഡോക്ടർ KT ചെറിയാൻ പണിക്കർ, അധ്യാപകൻ, എഴുത്തുകാരൻ, ജീവകാരുണ്യ പ്രവർത്തകൻ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം ഞാൻ അറിഞ്ഞ ക്രിസ്തുവിലൂടെ മനസ്സു തുറക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനറിഞ്ഞ ക്രിസ്തു എന്ന വിഷയത്തെപ്പറ്റിയാണല്ലോ ഇന്ന് നാം ചിന്തിക്കുന്നത്. ക്രിസ്തു സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ സുവിശേഷമായിട്ടാണ് ക്രിസ്തു കടന്നു വന്നത്. പിതാവായ ദൈവം സ്നേഹപിതാവാണ് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. അന്നുവരെ മനുഷ്യനുണ്ടായിരുന്ന ധാരണകളെയൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത്. പഴയ നിയമകാലത്ത് ദൈവം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിട്ട്, പേടിപ്പെടുത്തുന്ന ഒരു ദൈവമായിട്ടാണ് പഴയ നിയമകാലത്ത് വിശ്വാസികൾ ധരിച്ചിരുന്നത്, യഹൂദർ ധരിച്ചിരുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ പറഞ്ഞു, ദൈവം സ്നേഹപിതാവാണ്, ആബാ പിതാവേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ കുറ്റങ്ങൾ, കുറവുകൾ, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നമ്മെ മാറോടണയ്ക്കുന്ന ഒരു സ്നേഹം, അതാണ് ദൈവം. ഞാൻ നല്ല തിരിച്ചറിവ് വന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കാൻ വരുന്ന കാലഘട്ടത്തിലൊക്കെ യേശുവിനെ ശരിയായ അർത്ഥത്തിൽ യേശുവിനെ അറിയുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വേദനകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ നമ്മൾ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തെ അറിയുവാനായിട്ട് നമുക്ക് സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. എൻ്റെ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ എൻ്റെ കോളേജ് അധ്യാപന സമയത്ത് ഉണ്ടായി. അപ്പോൾ അങ്ങനെ എൻ്റെ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അത് വളരെ ആ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വന്നപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്തുള്ള മിക്കവാറും എല്ലാം ENT ഡോക്ടേഴ്സിനെയും പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തീരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ഡോക്ടർമാർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വളരെ വീക്കായിട്ട് പോവുകയും ഹോഴ്സാകുകയും ഒക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചോളം ശബ്ദം ശരിയല്ല എങ്കിൽ നല്ലൊരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ദൈവവചനം വായിക്കുകയും ദൈവവചനത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുവാനായിട്ട് എനിക്ക് ഇടവന്നിട്ടുള്ളത്. ഒരു ദിവസം ഞാൻ ബൈബിൾ തുറന്ന് 2 കൊരിന്ത്യൻസ് 13-ാം അധ്യായം ഞാൻ വായിക്കാനിടയായി. അപ്പോൾ പൗലോസ്ലീഹായുടെ വചനങ്ങൾ ഞാൻ അതിനകത്തിൽ വായിച്ചു. എനിക്ക് ശരീരത്തിലൊരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. അത് നീങ്ങിപ്പോവാൻ ഞാൻ കർത്താവിനോട് 3 പ്രാവശ്യം നിലവിളിച്ചപേക്ഷിച്ചു. പക്ഷേ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. നീ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എന്ന് ദൈവം പൗലോസിനോട് പറയുന്നു. അപ്പോൾ ഇത് എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വചനമാണ്. നമ്മൾ ബൈബിൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ വായിച്ചു പോകും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വചനങ്ങളുടെ അന്തരാർത്ഥം ശ്രവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അപ്പോൾ ഞാൻ ആ വചനം കേട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, പൗലോസ് യേശുവിന് വേണ്ടി ജീവൻ മുഴുവൻ മാറ്റിവെച്ച് ബലി കഴിച്ച ഒരു വ്യക്തിയാണ്. പൗലോസ് പോലും ഒരു മുള്ള് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന, മുള്ളെന്ന് പറയുന്ന ഒരു ശാരീരിക വേദന അല്ലെങ്കിൽ ഒരു അസുഖമാണ്. അപ്പോൾ അത് എപ്പിലെപ്സി ആണെന്നോ പല അസുഖങ്ങളാണെന്നൊക്കെയുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു അസുഖമാണ്. അപ്പോൾ എനിക്ക് ശരീരത്തിൽ മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു, അത് നീങ്ങിപ്പോകാൻ ഞാൻ കർത്താവിനോട് 3 പ്രാവശ്യം നിലവിളിച്ചപേക്ഷിച്ചു. പക്ഷേ അവിടെ എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ ഇത് എന്നെ വളരെയധികം സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു. നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ ഞാൻ എൻ്റെ ശാരീരികമായ ബലഹീനതകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. അത് ഇന്നും ചില സമയത്തൊക്കെ അപൂർവമായിട്ട് എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ അത് എൻ്റെ ജോലിയുടെ, അപ്പോൾ ടീച്ചേഴ്സ് ത്രോട്ട്, വെൻഡേഴ്സ് ത്രോട്ട്, ക്ലർജിമാൻസ് ത്രോട്ട് എന്നൊക്കെ എന്നെ വിളിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശബ്ദം അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ ആയിട്ട് ഈ വചനം എന്നെ സഹായിച്ചു. അപ്പോൾ ഈ വചനം എന്നെ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി. അപ്പോൾ അത്തരത്തിലാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിലേക്ക് വരിക. അപ്പോൾ തകർച്ചകളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ ഒക്കെയാണ് നമ്മൾ ശരിക്കും ദൈവത്തെ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അത്തരത്തിലാണ് ഞാൻ ദൈവവചനം വായിക്കാനായിട്ടോ, അല്ലെങ്കിൽ ദൈവവചനം അതിന് മുമ്പും വായിക്കും, പക്ഷേ പള്ളിയിൽ പോകും, ദൈവവചനം വായിക്കും, പക്ഷേ അത് കുറേ കൂടെ ദൈവവചനത്തിലേക്ക്, ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സംഭവമാണ്. മാറിവാനിസ് തിരുമേനി പറയുന്നുണ്ട്, ദൈവ സമ്പാദനമാണ് ദൈവ സേവനത്തേക്കാൾ അത്യുത്തമം. അപ്പോൾ ദൈവത്തെ സമ്പാദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. മാറിവാനിസ് തിരുമേനി തന്നെ പറയുന്നുണ്ട്, ദൈവത്തെ സമ്പാദിച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു സമ്പാദ്യം വേണ്ട, ഈ ലോകത്തിലെ മറ്റൊന്നും നമുക്ക് വേണ്ട, കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവത്തെ നമ്മൾ സമ്പാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം തന്നെയാണ് പലപ്പോഴും നമുക്ക് വഴിയൊരുക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് അതിനുള്ള വഴികൾ തുറന്നു തരും, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. സെൻ്റ് അഗസ്റ്റിൻ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു സ്വരം കേട്ടു, ഗെറ്റ് അപ്പ് ആൻഡ് റീഡ്, എഴുന്നേറ്റ് വായിക്കുക. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പൗലോസ്ലീഹയുടെ റോമാലേഖനത്തിൽ നിന്നും വായിച്ച് ആ വചനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം ഇതുവരെ നയിച്ചിരുന്ന ജീവിതം അത് അദ്ദേഹത്തെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കുകയില്ല, അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി ലഭിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ജീവിതം മാറണം എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പിന്നീട് വിശുദ്ധനായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവരെല്ലാം ദൈവവചനം തൊട്ട ചില സന്ദർഭങ്ങളുണ്ട്. ആ ദൈവവചനം തൊട്ട് കഴിയുമ്പോഴാണ് അവർ ദൈവത്തെ അറിയുകയും ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യുവാനായിട്ട് അവർക്ക് അവസരം ലഭിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ധാരാളം രോഗികളെ സൗഖ്യപ്പെടുത്തി. കർത്താവ് ലാസറിൻ്റെ കല്ലറയിൽ കരഞ്ഞു, അവൻ കണ്ണീർ പൊഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വേദന അറിയാവുന്ന, അല്ലെങ്കിൽ മനുഷ്യരുടെ വേദന, മത്തായിയുടെ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ സംഭവത്തിൽ അവിടെ പറയുന്നുണ്ട്, അവൻ ജനക്കൂട്ടത്തോട് അവന് അനുകമ്പ തോന്നി. അപ്പോൾ അനുകമ്പ തോന്നുന്ന, മനുഷ്യരോട് സ്നേഹം തോന്നുന്ന, അല്ലെങ്കിൽ കരുണ തോന്നിയിട്ടാണ് ഈ രോഗസൗഖ്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ അങ്ങനെ അനുകമ്പ തോന്നുന്ന, കരുണ തോന്നുന്ന ഒക്കെ ഒരു ദൈവം, അത് സ്നേഹത്തിൻ്റെ വേറൊരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ ദൈവസ്നേഹത്തെ നമുക്ക് പല രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു ആചാരാനുഷ്ഠാനങ്ങളെ അതിനൊന്നും വലിയ വില കൽപ്പിച്ചിരുന്ന ആളല്ല. ഉദാഹരണമായിട്ട് കർത്താവ് രോഗശാന്തി നൽകിയിരുന്നത് സാബത്ത് ദിവസമാണ്. അപ്പോൾ യഹൂദരെ സംബന്ധിച്ചോളം സാബത്ത് ആചരണം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും അവർ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വായിക്കും. അതൊരു സാബത്ത് ദിവസമാണ്. അതേപോലെ തന്നെ കൈ ശോഷിച്ച ഒരുവനെ സുഖപ്പെടുത്തുന്നു, അതും സാബത്ത് ദിവസമാണ്. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശുവും ശിഷ്യന്മാരും കൂടെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരമണികൾ പറിച്ച് തിന്നുന്നു. അത് ഒരു സാബത്ത് ദിവസമാണ്. അപ്പോൾ ഫരീസേന് അവനെ വിമർശിച്ചു, നിൻ്റെ ശിഷ്യന്മാർ സാബത്ത് ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ 3 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അവർ ഗോതമ്പ് മണി പറിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ അവരത് കൊയ്ത്ത് നടത്തി, അത് കയ്യിലിട്ട് തിരുമുക എന്ന് പറയുമ്പോൾ അവരത് മെതിച്ചു, ഭൂമി ഊതിക്കളഞ്ഞപ്പോൾ പാറ്റി. ഇങ്ങനെ കൊയ്ത്ത് മെതി പാറ്റ, ഇതൊന്നും സാബത്ത് ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 3 അവർ ചെയ്തു. അപ്പോൾ കർത്താവിന് മറുപടി നൽകുന്നുണ്ട്, ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്ന കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചില്ലേ എന്ന് ചോദിച്ച് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഇത്തരത്തിൽ യഹൂദ പാരമ്പര്യം അനുശാസിച്ചിരുന്ന സാബത്താചരണം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ കർത്താവ് അതിന് വലിയ മൂല്യം കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ കർത്താവ് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. കർത്താവ് എപ്പോഴും പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്കാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില, അതുപോലെ തന്നെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു,
കണ്ണിന് കണ്ണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. അതേപോലെ ഒരു കർണത്തെ അടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കാൻ കർത്താവ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കർത്താവ് തരുന്ന വലിയ വലിയ മൂല്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറേ കൂടെ നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരു ചകിട്ടത്തടിക്കുന്നതിന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പ്രാവർത്തികമാക്കിയ ആളുകൾ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. മഹാത്മജി സൗത്ത് ആഫ്രിക്കയിലെ ഒരു ട്രെയിൻ യാത്ര നടത്തുമ്പോൾ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ കയറി. പക്ഷേ ഒരു വെള്ളക്കാരനായ TTR വന്നിട്ട്, ട്രെയിൻ എക്സാമിനർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാഗേജൊക്കെ എടുത്ത് പുറത്ത് എറിഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് തള്ളി പുറത്താക്കി. അപ്പോൾ അത് കേസ് വന്നപ്പോൾ അദ്ദേഹം കോടതിയിൽ പറഞ്ഞു, ഈ മനുഷ്യൻ എന്നോടൊന്നും ചെയ്തില്ല, ഈ പോലീസുകാരനൊന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള മാതൃക കാണിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത തോന്നും. കാരണം ശത്രുക്കളെയും മറ്റുമൊക്കെ സ്നേഹിക്കാനായിട്ട് നമുക്ക് അത്രമാത്രം ഹൃദയവിശാലത ഉണ്ടാകുമോ? അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അല്ലെങ്കിൽ വഴക്കുണ്ടായി. അതിലൊരാൾ അത് ക്ഷമിക്കാൻ തയ്യാറാവുമെങ്കിൽ ആ വഴക്ക് കൂടുതൽ മൂർച്ഛിക്കാതെ മുന്നോട്ട് പോകാതെ അത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കർത്താവ് തരുന്ന വചനങ്ങളുടെ എല്ലാം അന്തരാർത്ഥം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുമെങ്കിൽ, അപ്പം ഇതിൻ്റെ എല്ലാം ലിറ്ററൽ മീനിങ് വാച്യാർത്ഥത്തിൽ നമ്മൾ നോക്കരുത്. പക്ഷേ അതിന് ഒരു വലിയ ആന്തരിക അർത്ഥമുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദോഷം ചെയ്യുന്നവരെയും തിന്മ വരുത്തുന്നവരെയും ഒക്കെ എല്ലാം നമ്മൾ അവരെയെല്ലാം ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്ന ഒരു രീതിയിലല്ലാതെ നമുക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ കുറേ കൂടെ നമുക്ക് ഈ നീതി ന്യായ വ്യവസ്ഥയൊക്കെ ഉറപ്പാക്കുന്ന പോലീസും പട്ടാളവും ഒക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ രാജ്യങ്ങൾ തമ്മിലൊക്കെയുള്ള ഭിന്നതകളുണ്ടാകും. അപ്പോൾ അവിടെയെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ആരെങ്കിലും ഒരു പാർട്ടി വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നെങ്കിൽ ആ സംഘർഷം മൂർച്ഛിക്കാതെ അത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇന്ത്യൻ ദർശനങ്ങളുമായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അഹിംസ. ഇംഗ്ലീഷിൽ ഹ്യൂമെയിൻ എന്നുള്ള ഒരു വാക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവരായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സമീപനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടീച്ചിങ്ങാണ് യേശു ക്രിസ്തുവും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ദർശനങ്ങളെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ നമ്മൾ വിപ്ലവകാരി എന്ന് വിളിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ വിപ്ലവം ഭൂമിയിൽ അവതരിപ്പിച്ച, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വിപ്ലവം പറഞ്ഞു തന്ന പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലാണ് ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ സായുധ വിപ്ലവമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, കർത്താവ് ഞാൻ പറഞ്ഞല്ലോ ശാപത്ത് ലംഘിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ യഹൂദൻ്റെ ലംഘിക്കുമ്പോഴും അതൊക്കെ അതിൻ്റെ ശരിയായുള്ള അർത്ഥത്തിലാണ് കർത്താവ് അതൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ധാരാളം രോഗസൗഖ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ പാപികളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ മത്തായി ചുങ്കക്കാരനായിരുന്നു. അപ്പോൾ ചുങ്കക്കാരെ യഹൂദർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുങ്കക്കാരെ അവർ അടുപ്പിക്കുകയല്ല, അവർ പാപികളാണ്, അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഒരു ചുങ്കക്കാരനെയാണ് തൻ്റെ ശിഷ്യനായിട്ട് കർത്താവ് സ്വീകരിക്കുന്നത്, മത്തായി. അതേപോലെ സക്കൗസിനെ, ചുങ്കക്കാരനായ സക്കൗസിനെ വിളിക്കുന്നുണ്ട്. സക്കൗസ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചുങ്കക്കാരിൽ പ്രധാനി എന്നാണ്. അപ്പോൾ ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കൗസിനെ കർത്താവ് വിളിക്കുന്നു. അപ്പോൾ കർത്താവ് സക്കൗസിനെ വിളിക്കുമ്പോഴത്തേക്കും ആ സക്കൈബസിന് നിമിഷങ്ങൾക്കകമാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. അവൻ കർത്താവിനെ അറിയണമെന്ന് മനസ്സിൽ കരുതി ഓടി സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറി കർത്താവ് വന്നിട്ട് മേളോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കൈബസ് നീ വേഗം ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഫരീസിയർ പിറുപിറുക്കുകയും അവനെതിരെ കുറ്റമാരോപിക്കുകയും ചെയ്ത് ഇവൻ പാപിയുടെ വീട്ടിൽ ഇവൻ താമസിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ധാരാളം സക്കൈബസ് ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നുകൊണ്ട് തന്നെ ധാരാളം സക്കൈബസിൻ്റെ
ചുങ്കക്കാരും മറ്റുമൊക്കെ പാപികൾ ധാരാളം അവിടെ തടിച്ചു കൂടിയിരുന്നു. അപ്പോൾ സക്കോസിന് വലിയ മാനസാന്തരം ഉണ്ടായിട്ട് സക്കോസ് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിതാ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ സക്കേവൂസിൻ്റെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകുകയാണ്. സക്കേവൂസ് ഞാൻ പറഞ്ഞല്ലോ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു. ചുങ്കക്കാർ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്യായമായി ചുങ്കം പിരിച്ചിട്ട് ധനം സമ്പാദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്യായമായിട്ട് ചുങ്കം പിരിച്ച് ധനം സമ്പാദിച്ചിരുന്ന സക്കേവൂസ് കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവ് അവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, കർത്താവ് അവനെ ഒരു സ്നേഹിതനോടെന്ന പോലെ അവൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാനായിട്ട് കർത്താവ് തയ്യാറായപ്പോൾ സക്കേവൂസിന് വലിയ മാനസാന്തരം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പാപികളെ സ്നേഹിക്കുന്ന ദൈവം പാപികളെ സ്നേഹിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാർക്കല്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് കടന്നു വന്നപ്പോൾ കർത്താവ് ഇങ്ങനെയുള്ള പാപികളെ ആരെയും കർത്താവ് മാറ്റി നിർത്തിയില്ല. എല്ലാവരെയും ഒരേപോലെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ ആയിട്ട് കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിപ്ലവകരമായ ആശയം ഞാൻ പറഞ്ഞല്ലോ, ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് അവിടുന്ന് പ്രസംഗിച്ചത്. ആ കർത്താവിൻ്റെ പ്രവൃത്തികളിലെല്ലാം രോഗസൗഖ്യം കൊടുക്കുന്നതിനാണെങ്കിലും അതേപോലെ തന്നെ പാപികളോട് ഉള്ള സമീപനത്തിലാണെങ്കിലും ഇതിലെല്ലാം ആ ദൈവസ്നേഹത്തിൻ്റെ വലിയ പാരമ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം. ആരെയും മാറ്റി നിർത്താനായിട്ട് ഇപ്പം റോമാൻ ലേഖനത്തിലെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എഴുതപ്പെട്ട നിയമം മൃതപ്പെടുത്തുന്നു. അവിടെ പൗലോസ്ലീഹ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, യഹൂദൻ്റെ നിയമങ്ങൾ, മുമ്പുണ്ടായിരുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് നിയമങ്ങൾ പരിപൂർണമായിട്ട് പാലിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാനൊക്കത്തില്ല. അപ്പം നമ്മൾ മനുഷ്യൻ ബലഹീന ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും നിയമങ്ങൾ, എഴുതപ്പെട്ട നിയമങ്ങൾ ലംഘിക്കാനായിട്ട് ഇടയാവും. അപ്പോൾ മനുഷ്യൻ എപ്പോഴും താൻ പാപിയാണെന്നുള്ള ഒരു ബോധ്യത്തിലാണ് പഴയ നിയമകാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത്. എന്നാൽ കർത്താവ് കടന്നു വന്നപ്പോൾ, യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ദൈവം സ്നേഹപിതാവാണ്. മക്കൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിതാവ് എത്രമാത്രം ക്ഷമിക്കുന്നു. അപ്പോൾ അത്രമാത്രം ക്ഷമയുള്ള ഒരു പിതാവാണ് ദൈവം എന്ന് അവിടുന്ന് വരച്ചു കാട്ടി. അപ്പം യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിലും അതേപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയിലും എല്ലാം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ അധ്യാപന കാലത്ത് എന്നോട് ചോദിച്ചാൽ, ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു തന്നിരിക്കും. പക്ഷേ അതൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ ക്ഷമയോടുകൂടി അധ്യാപകർ അതിനെ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും ആ കുട്ടികളെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. കുടുംബജീവിതത്തിലാണെങ്കിലും ക്ഷമയ്ക്ക് വളരെയേറെ ഒരു സ്ഥാനമുണ്ട്. കാരണം ക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഭവനത്തിലെ പലപ്പോഴുമുള്ള നമ്മുടെ സംഘർഷങ്ങൾ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും അപ്പനും മക്കളും തമ്മിലാണെങ്കിലും ഒക്കെയുള്ള എല്ലാം ഒരു സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഘർഷങ്ങളെയൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും പരമമായ സഹനം. കാരണം യേശുക്രിസ്തു പരിപൂർണനായ ദൈവവും മനുഷ്യനുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് വേദന സഹിക്കുമ്പോൾ ചുറുക്ക കൊടുത്തു. ചുറുക്ക എന്ന് പറയുന്നത് ഒരുതരം ഒരു വേദന കുറയ്ക്കുന്ന ഒരു പാനീയമാണ്. അത് നീർപ്പഞ്ഞിയിൽ മുക്കി കർത്താവിന് കൊടുത്തു. പക്ഷെ കർത്താവ് സ്വീകരിച്ചില്ല. അപ്പോൾ ഒരു അനസ്തെറ്റിക് എഫക്റ്റുള്ള ഈ സാധനം കുടിച്ചാൽ ആ വേദന പരിപൂർണമായിട്ട് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് സ്വീകരിച്ചില്ല. അപ്പോൾ പരിപൂർണമായിട്ട് ആ വേദന അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു സഹിച്ചു. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യേശു ക്രിസ്തു വേദന അറിയാവുന്ന, അല്ലെങ്കിൽ മനുഷ്യനോട് കരുണ തോന്നുന്ന, മനുഷ്യനോട് സ്നേഹം തോന്നുന്ന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു ദൈവം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ ഭാരതത്തിലെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ. ഭാരതത്തിലെ ഇപ്പോൾ അദ്വൈത വേദാന്തത്തിലെ ഈശ്വരനെ നിർഗുണ പരബ്രഹ്മം ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആട്രിബ്യൂട്ട്സ് ഒന്നും കൊടുക്കാൻ പാടില്ല.
ഗുണമില്ലാത്ത ഗുണം കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുണത്തിന് വേരിയേഷൻസ് വരും. ഇപ്പോൾ ദൈവം കരുണയുള്ളവനാണെന്ന് പറയുമ്പോൾ ദൈവത്തിനെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഗുണങ്ങളൊന്നുമില്ലാത്ത ഫോംലെസ് ഒക്കെയുള്ള ദൈവമായിട്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ ഫോമുള്ള ഒരു ദൈവമാണ്, മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനുണ്ടാകുന്ന ഫീലിങ്സ്, കരുണ, അനുകമ്പ, ഇതൊക്കെ തോന്നുന്ന സ്നേഹം, ഇതൊക്കെ തോന്നുന്ന വേദന എന്താണെന്ന് അറിയുന്ന, വിശപ്പ് എന്താണെന്ന് അറിയുന്ന ഒക്കെ ഉള്ളൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ ആ വേദനയുടെ ഏറ്റവും പാരമ്യത്തിലുള്ള ഒരു വേദന, അത്തരത്തിലുള്ളൊരു വേദന സഹിച്ചുകൊണ്ട് ആരും മരിച്ചിട്ടുണ്ടാവുകയില്ല. അത്രയ്ക്കും വളരെ വേദനയുടെ അങ്ങേയറ്റം അനുഭവിക്കുന്ന ഒരു മരണമാണ് കുരിശുമരണം. അപ്പോൾ ആ കുരിശുമരണമാണ് യേശു ക്രിസ്തു കുരിശിൽ സഹിച്ചത്. ക്രിസ്തുവിനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തെ അറിയുന്ന പലപ്പോഴും നമ്മളുടെ തകർച്ചകളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ വേദനകളുടെ ഒക്കെ മധ്യത്തിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ കൂടുതലായിട്ട് വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ദൈവം എന്താണ്, ദൈവം ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ചെറുപ്പകാലം മുതൽ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് ആരാണെന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ വായിച്ച് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ ഒരു അനുഭവവേദ്യമാകുന്നത് കുറേ കൂടെ പ്രായമായ അവസ്ഥയിൽ നമ്മൾ കുറേ കൂടെ പക്വതയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ക്രിസ്തുവിൽ നിന്ന് പഠിച്ച പാഠം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, യേശു ക്രിസ്തു സ്നേഹമാണ്. അപ്പോൾ ഒരു അധ്യാപകൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളെ അവർ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ യേശു ക്രിസ്തുവിനെ ഒരു മോഡലായിട്ട് അവരുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ, ഞാൻ എൻ്റെ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, അറിഞ്ഞോ അറിയാതെയോ അതിങ്ങനെ മനസ്സിൽ നിന്ന് നൈസർഗികമായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ച് ഞാനൊരു ബയോളജി അധ്യാപകനായിരുന്നുകൊണ്ട് ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും അത് ആ സൃഷ്ടിയിൽ ഉള്ള ദൈവത്തിൻ്റെ ഒരു മഹത്വം, അല്ലെ എത്ര മഹത്തരമായിട്ടാണ് ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് കൂട്ടിയിണക്കുവാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്നെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ പഠന വിഷയം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അവരിലൊരു വിശ്വാസം ജനിപ്പിക്കത്തക്ക രീതിയിൽ പെരുമാറാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. അതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവ് പ്രേരിതമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള എപ്പോഴും ഒരു കറക്ഷൻ്റെ പാതയിലായിരിക്കണം. വിദ്യാർത്ഥികളെ നമുക്ക് അവരെ പഠിപ്പിക്കുകയും നേർവഴിക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ഗുണദോഷിച്ച് അവരെ നേർവഴിക്ക് നയിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അവരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓടിച്ചു കളയാനും സാധിക്കും. അപ്പം അങ്ങനെയല്ല ഒരു അധ്യാപകൻ ചെയ്യേണ്ടത്. അധ്യാപകൻ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കാനായിട്ട് എങ്ങനെ സാധിക്കും. അപ്പോൾ അത് കുറേ കൂടെ ഒരു സംഘർഷരഹിതമായ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് സംസാരിച്ച്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് ഇടപെട്ട് ക്രിസ്തു ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിദ്യാർത്ഥികളെ ആ രീതിയിൽ നമുക്ക് രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ഒരു മാസ്റ്റർ ടീച്ചറാണ്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അന്ന് വരെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത പ്രബോധനങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുക, അതേപോലെ തന്നെ ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അന്ന് വരെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത പ്രബോധനങ്ങൾ. കർത്താവിൻ്റെ മലയിലെ പ്രസംഗം തന്നെ നമ്മൾ മനുഷ്യർ കൊടുക്കുന്ന പ്രയോറിറ്റി ഓഫ് വാല്യൂസ്, ആ പ്രയോറിറ്റി ഓഫ് വാല്യൂസിൽ നിന്ന് മനുഷ്യൻ കൊടുക്കുന്ന പ്രയോറിറ്റി ഓഫ് വാല്യൂസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മലയിലെ പ്രസംഗം കർത്താവിൻ്റെ ഒരു മാഗ്ന കാർട്ട, കർത്താവിൻ്റെ സംക്ഷിപ്തമായ കർത്താവ് എന്തൊക്കെയാണ് മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആ മലയിലെ പ്രസംഗത്തിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ വലിയ പ്രബോധനങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ ടീച്ചർ തന്നെയാണ് കർത്താവ്. യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ സാഹിത്യരൂപേണ ചിന്തിക്കുമ്പോൾ സാഹിത്യകാരന്മാർ പലരും പല രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ വളച്ചൊടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ
ആ രീതിയിൽ ഉള്ള ഒരു രീതിയിൽ ഒരിക്കലും നമുക്ക് യേശുക്രിസ്തുവിനെ കാണാനായി സാധിക്കില്ല. യേശുക്രിസ്തു ആരാണ്, ദൈവപുത്രനാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിനെയൊക്കെ വികലമായ രീതിയിൽ നാം കാണുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ സാഹിത്യകാരന്മാർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു ആളിനെ അവർക്ക് ചിത്രീകരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ശരിക്കും യേശുക്രിസ്തുവിനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിത്രീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു കാര്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ തീർച്ചയായിട്ടും നമ്മൾ പതറിപ്പോവും. അപ്പോൾ അവിടെയൊക്കെ ദൈവം നമ്മളെ കുറേ കൂടെ ഫലം തരാനായിട്ട് വെട്ടിയൊരുക്കുന്ന ഒരു പ്രക്രിയയാണ് അത് എന്നുള്ള രീതിയിൽ അതിനെ ചിന്തിച്ചുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ ആ രോഗാവസ്ഥകളെയൊക്കെ കുറേ കൂടെ വളരെ കാര്യക്ഷമമായി ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നമുക്ക് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ആ വെട്ടിയൊരുക്കൽ പ്രക്രിയ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വെട്ടിയൊരുക്കൽ പ്രക്രിയ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറേ കൂടെ വിശുദ്ധീകരിക്കുവാൻ, നമ്മൾ കുറേ കൂടെ നല്ലവരായി ജീവിക്കുവാൻ ഒക്കെ ആയിട്ടാണ് ആ വെട്ടിയൊരുക്കൽ. അപ്പം വെട്ടിയൊരുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കൂടെ ഫലം പുറപ്പെടുവിക്കുന്നതായി, ഫലം എന്ന് പറയുമ്പോഴത്തേക്കും ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കുറേ കൂടെ നല്ല വ്യക്തികളായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സഹായിക്കും.